വെറും 10 വർഷം മാത്രം പ്രായമുള്ള ഒരു ക്ലബ്ബ്. ആ ഒരു ക്ലബ്ബ് തങ്ങളുടെ ലീഗായ MLS ലീഗിലല്ലാതെ മറ്റൊരു ലീഗിലോ ടൂർണമെന്റിലോ പന്ത് തട്ടിയിട്ടില്ല. യൂറോപ്യൻ ക്ലബ്ബുകൾക്കെതിരെ കളിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത് MLS ലീഗിൽ കളിക്കുന്ന ഡേവിഡ് ബെക്കാമിന്റെ ക്ലബ്ബായ ലിയണൽ മെസ്സി നായകസ്ഥാനം വഹിക്കുന്ന ഇന്റർ മയാമിയെ പറ്റിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്റർ മയാമി യൂറോപ്യൻ വമ്പന്മാരായ PSG-ക്കെതിരെ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. ഈ ഒരു പരാജയത്തിന് പിന്നാലെ സൂപ്പർ താരം ലിയണൽ മെസ്സിക്ക് നിരവധി കളിയാക്കലുകളും ട്രോളുകളുമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു 4 ഗോളിന്റെ പരാജയം ലിയണൽ മെസ്സിക്ക് നാണക്കേടാണെന്ന് വിമർശകർ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു പരാജയം ലിയണൽ മെസ്സിക്ക് ഉണ്ടാക്കിയത് നാണക്കേടാണോ? ഇതിനുള്ള ഒരു ഉത്തരം ലിയണൽ മെസ്സി തന്നെ പറയുന്നുണ്ട്. മത്സരശേഷം ഒരു മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിലാണ് ലിയണൽ മെസ്സി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമിനെതിരെയാണ് ഞങ്ങൾ കളിച്ചത്. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാണവർ. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു റിസൾട്ട് തന്നെയാണ് ഞങ്ങൾക്ക് വന്നത്. ഏറ്റവും മികച്ച മുന്നേറ്റ നിരയുള്ള ടീമാണവർ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്റർ മയാമിക്ക് ചരിത്രപരമായ ഒരു നിമിഷമാണ്. ഇന്റർ മയാമിക്ക് മാത്രമല്ല, MLS ലീഗിനും ഇത് ചരിത്രപരമായ ഒരു നിമിഷമാണ്, ലിയണൽ മെസ്സി പറയുന്നു. തീർച്ചയായിട്ടും ഇത് MLS-നും ഇന്റർ മയാമിക്കും ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണ്. ഇന്റർ മയാമി പരാജയപ്പെട്ടത് സാധാരണ ഒരു ടീമിനെതിരെയല്ല, യൂറോപ്പിലെ തന്നെ ഏറ്റവും നമ്പർ 1 ക്ലബിനെതിരെയാണ്. ശരിയാണ്, ഇന്റർ മയാമി 4 ഗോളുകൾക്ക് തോറ്റു. എന്നാൽ ഇതേ PSG ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ശക്തരായ ഇന്റർ മിലാനെതിരെ 5 ഗോളുകൾക്കാണ് വിജയിച്ചത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ PSG-യോട് 5 ഗോളുകൾക്ക് പരാജയപ്പെട്ട ഇന്റർ മിലാനുമായി വരെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്റർ മയാമിക്ക് കിട്ടുന്ന മാർക്ക് 10-ൽ വെറും 1 മാത്രമാണ്. അതിനർത്ഥം ഇത് മെസ്സിക്കും സംഘത്തിനും നാണം കെട്ട ഒരു തോൽവിയല്ല എന്ന് തന്നെയാണ്. തങ്ങളുടെ ലീഗിൽ വളരെയധികം താഴെത്തട്ടിൽ കിടന്നിരുന്ന ഒരു ടീം ലിയണൽ മെസ്സി വന്നതിന് ശേഷമാണ് തങ്ങളുടെ ലീഗിൽ ഒരു മേജർ കിരീടം ഉയർത്തിയത്. പിന്നീട് ലീഗിന് പുറത്തേക്ക് മത്സരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത നേടിയത് ലിയണൽ മെസ്സി എത്തിയതിനു ശേഷമാണ്. ഒരു യൂറോപ്യൻ സൈഡിനെതിരെ മയാമി ആദ്യമായി കളിക്കുന്നതും ലിയണൽ മെസ്സി എത്തിയതിനു ശേഷമാണ്. അത് ക്ലബ്ബ് വേൾഡ് കപ്പിലെ പോർട്ടോയ്ക്കെതിരെയുള്ള മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ ഉഗ്രൻ ഫ്രീ കിക്ക് ഗോളിൽ ഇന്റർ മയാമി വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഇന്റർ മയാമി ഒരു യൂറോപ്യൻ സൈഡിനെതിരെ കളിക്കുകയും വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം PSG-യും ബയൺ മ്യൂണിക്കും റിയൽ മാഡ്രിഡും ഇന്റർ മിലാനും അടക്കമുള്ള വമ്പൻ ക്ലബ്ബുകൾ കളിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ഇതെല്ലാം നടന്നത് ലിയണൽ മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയതിനു ശേഷമാണ്. ഇതെല്ലാം നടത്തിയെടുത്തതും ലിയണൽ മെസ്സിയാണ്. ഈ കടമ്പകളെല്ലാം കടന്നതിന് ശേഷമാണ് ഇന്റർ മയാമി PSG എന്ന വമ്പൻ ടീമിനെതിരെ പരാജയപ്പെട്ടത്. കൂടാതെ ഇരു ടീമിലെയും സ്ക്വാഡ് സ്ട്രെങ്തനെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഇന്റർ മയാമിയും PSG-യും തമ്മിലുള്ള അന്തരം. 4 ഗോളുകളാണ് ഇന്റർ മയാമി മത്സരത്തിൽ വഴങ്ങിയത്. അതിൽ ആദ്യത്തെ 3 ഗോളുകളും ഡിഫൻസീവ് എറർ ആയിരുന്നു. ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിൽ ഇന്റർ മയാമിയുടെ പ്രതിരോധം ഒരൽപ്പം ശ്രദ്ധിച്ചു കളിക്കുകയോ അല്ലെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു പ്രതിരോധ നിര ഇന്റർ മയാമിക്കുണ്ടായിരുന്നു എങ്കിൽ മത്സരത്തിന്റെ റിസൾട്ട് ഇങ്ങനെ ആകുമായിരുന്നില്ല. പ്രതിരോധത്തിന് പുറമെ മധ്യനിരയിൽ കളി മെനയാൻ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിയണൽ മെസ്സിയും സുവാരസും എല്ലാം വളരെയധികം ഡീപ്പിലേക്ക് ഇറങ്ങിയാണ് കളിച്ചത്. ഇന്റർ മയാമി നടത്തിയ എല്ലാ മുന്നേറ്റങ്ങളും മധ്യനിരക്ക് മുൻപിൽ നിന്ന് ലിയണൽ മെസ്സി തുടങ്ങി വെച്ചതാകും. മെസ്സി അല്ലാതെ മറ്റാരും ഈ ഒരു മത്സരത്തിൽ PSG-ക്കെതിരെ ക്രിയേറ്റീവായ ഒരു മുന്നേറ്റവും നടത്തിയിരുന്നില്ല. അതും മത്സരത്തിന്റെ 2ാം പകുതി വരെ കാത്തിരിക്കേണ്ടി വന്നു ലിയണൽ മെസ്സിയുടെ ചില ക്രിയേറ്റീവായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി. ആദ്യ പകുതി തീർത്തും PSG അടക്കി ഭരിച്ചു. മത്സരത്തിന്റെ മുഴുവൻ താളവും PSG-യുടെ കൈകളിലായിരുന്നു. ഒരുപക്ഷെ ഇന്റർ മയാമിയുടെ ഫോർമേഷനിൽ ചെറിയ തോതിൽ മാറ്റം വന്നിരുന്നെങ്കിൽ ഒരൽപ്പം കൂടി ഇന്റർ മയാമിക്ക് സുഖകരമായി കളിക്കാമായിരുന്നു. 5-3-2 എന്ന ഫോർമേഷനിലാണ് ഇന്റർ മയാമി കളിച്ചിരുന്നതെങ്കിൽ ചെറിയ തോതിലുള്ള ഡിഫൻസീവ് സപ്പോർട്ട് ഇന്റർ മയാമിക്ക് കിട്ടുമായിരുന്നു. 4-3-3 ഫോർമേഷനിലാണ് PSG കളിച്ചത്. PSG-യുടെ ഒരു കളിശൈലി എങ്ങനെയെന്നാൽ ഫോർമേഷനിൽ 4 ബാക്കുകൾ ഉണ്ടെങ്കിലും മത്സരം തുടങ്ങി കഴിയുമ്പോൾ ആ ബാക്കുകളുടെ എണ്ണം 3 മാറും. വിംഗ് ബാക്കിൽ കളിക്കുന്ന ന്യൂനോ മെൻഡസും അഷ്റഫ് ഹക്കീമിയും മധ്യനിരയിലേക്ക് കൂടുതൽ പ്രസ് ചെയ്ത് കളിക്കും. ഇതിലൂടെ അറ്റാക്കിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാകും PSG കളിക്കുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇന്റർ മയാമിയുടെ പ്രതിരോധം പൊട്ടി ഗോൾ വഴങ്ങേണ്ടി വന്നത്. എന്നാൽ 5-3-2 ഫോർമേഷനിലാണ് ഇന്റർ മയാമി കളിച്ചിരുന്നതെങ്കിൽ അഷ്റഫ് ഹക്കീമിക്കും ന്യൂനോ മെൻഡസിനും PSG-യുടെ വിങ്ങുകളിലൂടെ ഇത്രയും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. PSG എപ്പോഴും ഹൈ പ്രസിംഗ് ഗെയിമാണ് മത്സരത്തിൽ പുറത്തെടുക്കാറുള്ളത്. അത് മുന്നിൽ കണ്ട് ഇന്റർ മയാമി PSG-യുടെ ഹൈ പ്രസിംഗ് ഗെയിമിനെ പ്രതിരോധിക്കാൻ ഒരു മുന്നൊരുക്കങ്ങളും നടത്തിയില്ല.
ഇന്റർ മയാമിയും മത്സരത്തിന് മുൻപ് നടന്ന പരിശീലനത്തിൽ ഹൈ പ്രസിംഗ് ഗെയിമിനാണ് പരിശീലനം നടത്തിയത്. വിത്ത് ആൻഡ് വിത്തൗട്ട് ബോൾ ഹൈ പ്രസിംഗ് ഗെയിമിനും ലോങ് ബോളുകൾക്കുമായിരുന്നു ഇന്റർ മയാമി പരിശീലനത്തിൽ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇതൊന്നും മത്സരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ മയാമി താരങ്ങൾക്ക് സാധിച്ചില്ല. മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മത്സരത്തിന്റെ എല്ലാ വിജയ സാധ്യതകളും PSG തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന താരങ്ങളാൽ സമ്പന്നമാണ് PSG. സ്ക്വാഡ് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലും മറ്റു എല്ലാ കാര്യത്തിലും PSG ഇന്റർ മയാമിയേക്കാൾ ഏറെ മുന്നിലായിരുന്നു. ഈ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വേണ്ടി ഉസ്താരി, ജോർഡി ആൽബ, അലൻ, ഫാൽക്കൻ, വേഗന്റ്, സെഗോവിയ, ബുസ്കസ്, റൊഡോണ്ടോ, അലൻഡെ, സുവാരസ്, ലിയണൽ മെസ്സി എന്നിവരായിരുന്നു ആദ്യ 11-ൽ കളത്തിലിറങ്ങിയത്. 4-4-2 ഫോർമേഷൻ ആയിരുന്നു ഇന്റർ മയാമിയുടേത്. എന്നാൽ മറുവശത്ത് PSG 4-3-3 ഫോർമേഷനിൽ ഡൊണ്ണറുമ, ഹക്കീമി, മാർക്കീനിയോസ്, പാച്ചോ, മെൻഡസ്, നെവസ്, വിറ്റീന, റൂയിസ്, ബാർക്കോള, ഡുയോ, ഖവരഷ്കേലിയ എന്നിവരായിരുന്നു കളത്തിലിറങ്ങിയത്. മത്സരം തുടങ്ങി ആദ്യ 6 മിനിറ്റിൽ തന്നെ PSG മധ്യനിര താരം നെവസിലൂടെ ഗോൾ നേടുകയായിരുന്നു. അതിനുശേഷം മത്സരത്തിന്റെ 39-ാം മിനിറ്റിലും നെവസ് ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്തു. അതിനുശേഷം ഇന്റർ മയാമിയുടെ പകരക്കാരനായ അവിലസിന്റെ ഒരു ഓൺ ഗോളും 45-ാം മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്ത് അഷ്റഫ് ഹക്കീമിയുടെ ഒരു ഗോളും പിറന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ നേടിയ 4 ഗോളുകൾക്കാണ് ഇന്റർ മയാമിയെ PSG പരാജയപ്പെടുത്തിയത്. എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഇന്റർ മയാമി മനോഹരമായ ചില മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു. അതിൽ ചില ഗോൾ ചാൻസുകളും വന്നിരുന്നു. ഇന്റർ മയാമി നായകൻ ലിയണൽ മെസ്സി ആയിരുന്നു ആ ഗോൾ ചാൻസുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഈ മത്സരത്തിൽ ഇന്റർ മയാമിയുടെ ഭാഗത്ത് നിന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് ഉള്ളത് ലിയണൽ മെസ്സിക്ക് മാത്രമാണ്. 2 താരങ്ങളെ മറികടന്നുകൊണ്ട് ലിയണൽ മെസ്സി നടത്തിയ ഒരു മുന്നേറ്റം ലിയണൽ മെസ്സിക്ക് ഷോട്ട് ഉതിർക്കാൻ സാധിച്ചെങ്കിലും ഗോൾ കീപ്പർ ഡൊണ്ണറുമ ആ ഷോട്ട് തന്റെ കൈക്കുള്ളിൽ ഒതുക്കി. അതിനുശേഷം ലിയണൽ മെസ്സിയുടെ ഒരു മനോഹരമായ ഹെഡറും ഡൊണ്ണറുമ തട്ടിയകറ്റി. ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു PSG സൂപ്പർ താരമായ ന്യൂനോ മെൻഡസിന് ലിയണൽ മെസ്സിയെ ഈ മത്സരത്തിൽ പൂട്ടാൻ സാധിക്കുമോ എന്നത്. ന്യൂനോ മെൻഡസ് തന്റെ മുൻപ് നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലും നാഷൻസ് ലീഗ് മത്സരങ്ങളിലുമെല്ലാം സൂപ്പർ താരങ്ങളെ അനങ്ങാൻ പോലും പറ്റാത്ത വിധം ചെങ്ങലപ്പൂട്ടിട്ട് പൂട്ടിയിരുന്നു. മുഹമ്മദ് സല, ബുക്കായ സാക്ക, ലാമിൻ യമാൽ എന്നിവരെയെല്ലാം ഒരു തവണ പോലും തന്നെ മറികടന്നു പോകാൻ ന്യൂനോ മെൻഡസ് സമ്മതിച്ചിട്ടില്ല. ആ മത്സരങ്ങളുടെയെല്ലാം കണക്കെടുത്ത് നോക്കുകയാണെങ്കിലും ന്യൂനോ മെൻഡസിനെ മറികടന്നുകൊണ്ട് ഒരു താരം പോലും പോയിട്ടില്ല. എന്നാൽ PSG ഇന്റർ മയാമി പോരാട്ടത്തിൽ 38-കാരനായ ലിയണൽ മെസ്സി ന്യൂനോ മെൻഡസിനെ മറികടന്നുകൊണ്ട് 3 തവണ മുന്നേറ്റം നടത്തി. അതിലൊന്ന് ഗോളെന്നുറപ്പിച്ച മുന്നേറ്റമായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ ന്യൂനോ മെൻഡസിനോട് മത്സരത്തിന് മുൻപ് ചോദിച്ചിരുന്നു, താങ്കൾ ലിയണൽ മെസ്സിക്കെതിരെയാണ് കളിക്കുന്നത്, താങ്കൾക്ക് മെസ്സിയെ തടയാൻ സാധിക്കുമോ എന്ന്. ആ ചോദ്യത്തിന് രസകരമായിക്കൊണ്ട് ന്യൂനോ മെൻഡസ് മറുപടി നൽകുകയും ചെയ്തു. ലിയണൽ മെസ്സിയെ തടയാൻ കഴിയുന്ന ഒരു പദ്ധതി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് വിറ്റ് കോടീശ്വരനാകുമായിരുന്നു എന്നാണ് ന്യൂനോ മെൻഡസിന്റെ മറുപടി. ന്യൂനോ മെൻഡസ് പറഞ്ഞതുപോലെ തന്നെ മത്സരത്തിൽ ലിയണൽ മെസ്സിയെ തടയാൻ ന്യൂനോ മെൻഡസിന് സാധിച്ചില്ല. 3 തവണയാണ് ന്യൂനോ മെൻഡസിനെ മറികടന്നുകൊണ്ട് ലിയണൽ മെസ്സി മുന്നേറിയത്.